നമ്മൾ ചികിത്സാ പിഴവ് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ചികിത്സാ പിഴവിൽ ഏറെ നാളത്തെ പോരാട്ടത്തിന് ശേഷം കോഴിക്കോട്ടെ ഹർഷനയ്ക്ക് ജോലി ലഭിച്ചെങ്കിൽ മാനന്തവാടിയിലെ ചികിത്സാ പിഴവിൽ ഇപ്പോഴും പരിഹാരമായിട്ടില്ല. മാസങ്ങൾക്ക് മുൻപാണ് പ്രസവിച്ചതിന് പിന്നാലെ മാനന്തവാടി പാണ്ടിക്കടവ് സ്വദേശിയായ 21-കാരിയുടെ വയറ്റിൽ നിന്നും തുണിക്കഷ്ണം പുറത്തു വന്നത്. ഇന്നും നീതി ലഭിച്ചിട്ടില്ല ഇവർക്ക്. എത്ര നാൾ കാത്തിരിക്കണം? ഈ ചോദ്യത്തിന് മനുഷ്യനോളം പഴക്കമുണ്ട്. ഉത്തരം കിട്ടിയവരേക്കാൾ കിട്ടാത്തവരാണ് ഭൂരിപക്ഷം. കാത്തിരിപ്പ് നീതിക്ക് വേണ്ടിയാണെങ്കിൽ 2-3 മാസമായി നമ്മൾ ഇത് റിസൾട്ട് കൊടുക്കാനായിട്ട് കൊടുത്ത് അതിൻ്റെ ഇതുവരെയൊന്നും ആരും വിളിച്ചിട്ടില്ല. ഇപ്പം മന്ത്രിമാർക്കും എല്ലാവർക്കും പരാതിയും കൊടുത്ത് അതിൻ്റെ റിപ്ലൈ ഒന്നും വന്നിട്ടില്ല. പാണ്ടിക്കടവ് സ്വദേശിയായ ഈ 21-കാരി മാസങ്ങൾക്ക് മുൻപ് തൻ്റെ കുഞ്ഞിനെ പ്രസവിച്ച് മടങ്ങുമ്പോഴും അറിഞ്ഞിരുന്നില്ല അസഹ്യമായ വേദന സമ്മാനിക്കാൻ ഒരു തുണിക്കഷ്ണം ഉദരത്തിൽ വെളിച്ചം കാണാൻ കാത്തിരിക്കുന്നുണ്ടെന്ന്. ചികിത്സ പിഴച്ചുവെന്ന് ഇന്നും പറഞ്ഞിട്ടില്ല. തങ്ങൾ ചെയ്തത് ശരിയെന്ന് കരുതാനും വഴിയില്ല. ഉത്തരം പറയേണ്ട ഡോക്ടർമാരും മുൻ സർക്കാരും നിശബ്ദത പാലിക്കുന്നതിൽ കൃത്യം. മനഃപൂർവ്വം വൈകി. ചിലപ്പോൾ എൻ്റെ തന്നെയാണല്ലോ അത്. അതെന്തെങ്കിലും കിട്ടിയിട്ടുണ്ടാവും, അതുകൊണ്ട് മറച്ചു വെക്കുന്നതാ. നമ്മുടെ കാര്യത്തിന് ഇതുവരെയായിട്ട് ഒരു മന്ത്രിമാരിപ്പോ നിൽക്കുന്നില്ല. ചികിത്സാ പിഴവിനിരയായ കോഴിക്കോട്ടെ ഹർഷിന നീതി നേടിയെടുക്കാൻ അരപ്പതിറ്റാണ്ടോളം എടുത്തെങ്കിൽ ഈ 21-കാരിക്കും സമരമുഖം തന്നെയാണോ ഇനി മുന്നിൽ? മുൻ സർക്കാർ തീണ്ടാപ്പാടകലെ വെച്ച നീതി ഈ സർക്കാർ കൈകളിലേക്ക് എത്തിക്കുമോ? കാത്തിരിക്കാമെന്നാണ് ഉത്തരം. പുതിയ മന്ത്രിമാരോട് എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. പഴയ മന്ത്രിമാരായോണ്ട് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. നമ്മൾ കൂടെ നിന്നിട്ടില്ല. ഇപ്പൊ പുതിയ മന്ത്രിമാരുടെ നമ്മുടെ കൂടെ നിൽക്കും 100% വിശ്വാസമുണ്ട് എനിക്ക്. മനു ദാമോദരനൊപ്പം കാളിദാസൻ ദേവദത്തം, 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.